എൻ്റെ പേര് സുൽഫിക്കർ എന്നാണ്. എനിക്ക് ഒരുപാട് നാളുകൊണ്ട് എനിക്ക് ഷോൾഡറിൻ്റെ പെയിൻ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ 1-2 ഡോക്ടർമാരെ പോയി കണ്ടു. അപ്പോൾ അവരൊക്കെ ഡിസൈഡ് ചെയ്തത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ വേറെ ഡോക്ടറെ കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഫിറോസ് ഡോക്ടറെ ഞാൻ കാണുന്നത്. ഫിറോസ് ഡോക്ടറെ കണ്ടു. സാറ് സ്കാനിങ്ങൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞു, ഇതിൽ ഷോളറിൻ്റെ മസിൽസിന് ചെറുതായിട്ട് പൊട്ടലുണ്ട്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇഞ്ചക്ഷൻ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ നമുക്ക് 2 ടൈമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാറുന്നതാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ മൂവിങ് എന്ന് പറയുന്നത് അത് ബാക്കിലോട്ടൊക്കെ ആക്കുമ്പോഴും കൈ പൊക്കുമ്പോഴും ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ആക്കുമ്പോൾ ഒട്ടും പറ്റത്തില്ല. നമുക്കിപ്പോൾ ഈ കൈ ഇങ്ങോട്ട് ആക്കി എടുക്കുകയൊക്കെ ഇങ്ങനെ ഫുൾ ആക്കിയൊക്കെ ചെയ്യും. പക്ഷേ ഈ വലത്തെ കൈ ഒട്ടും പറ്റില്ല. പക്ഷേ ഫിറോസ് സാറിനെ കണ്ടതിന് ശേഷം എനിക്ക് പറയാനുണ്ടെങ്കിൽ 100% ഭേദമായിട്ടുണ്ട്. സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് ഇപ്പോൾ ഫുൾ കൈ ഇതേമാതിരി ഫുള്ള് മൂവ് ചെയ്യാൻ പറ്റും. എല്ലാ സൈഡിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലോട്ട് മാറാൻ പറ്റും, ഈ സൈഡിലോട്ട് മാറ്റാൻ പറ്റും, ഈ സൈഡിലോട്ട് മാറ്റാൻ പറ്റും, ബാക്കിലോട്ട് മാറ്റാൻ പറ്റും, എല്ലാ സൈഡിലോട്ടും മാറ്റാൻ പറ്റും. എനിക്ക് പെയിൻ കാര്യങ്ങളെല്ലാം മാറി. അത് സാറിൻ്റെ തന്നെ അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം താങ്ക്സ് പറയുകയാണ് സാറിന് വേണ്ടത്. കാരണം ഞാൻ ഏകദേശം 1 വർഷത്തോളം ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പെയിനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ 1-2 ഹോസ്പിറ്റലിൽ പോയി അത് സർജറിയുടെ വർഷത്തിൽ വരെ എത്തി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫിറോസ് സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്, ഞാൻ അവിടെ ചെന്ന് എത്തിപ്പെടുന്നത്. അങ്ങനെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞാൽ 100% എനിക്കിപ്പോൾ നമുക്ക് നോർമൽ ടൈപ്പിലുള്ള എങ്ങോട്ടുമുള്ള മൂവി ഫുള്ള് എങ്ങനെ കറക്കാനും എടുക്കാനും ബാക്കിലോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനും എങ്ങനെ ആക്കാനും ഒരു പ്രശ്നമില്ല. എല്ലാം നല്ല മൂവിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു താങ്ക്സ് പറയാൻ പറ്റും. താങ്ക് യു സാർ.